ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത്, അതായത് നമുക്കിനി വിശ്രമിക്കാനുള്ള സമയമായിട്ടില്ല അല്ലേ. നമ്മുടെ മുമ്പിൽ ഇനിയും എക്സാമിനേഷൻസ് ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ മുമ്പിൽ അടുത്തതായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആയിരുന്നു അസിസ്റ്റന്റ് ഗ്രേഡ് 2, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. കാറ്റഗറി നമ്പർ 32/2024 എന്ന നമ്പറിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള നിയമനമാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 35,600 മുതൽ 75,400 വരെയാണ്. ഇതിൻ്റെ ടോട്ടൽ വേക്കൻസികൾ അന്ന് 162 അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 162. തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ കാരണം ഇത് ഉയർന്നിട്ടുണ്ടാവും. കാരണം എല്ലാ വർഷവും റിട്ടയർമെൻ്റ് ഉണ്ട്. അപ്പം ഓരോ വർഷവും റിട്ടയർമെൻറ്റ് വരും. ഇനി പരീക്ഷ കഴിഞ്ഞ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ചിലപ്പോൾ ഇതിൻ്റെ ഏതാണ്ട് ഒരു 10-30% വരെ വേക്കൻസി നിലവിൽ ഉയരാൻ സാധ്യതയുണ്ട്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കൂടുമ്പോൾ ഇതിൻ്റെ ഇരട്ടി വരെ വേക്കൻസികൾ ഫില്ല് ചെയ്യാനും സാധ്യതയുണ്ട്. ഇനിയും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc അഗ്രികൾച്ചർ ആണ്. അതുതന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ഇതിന് അപ്രൂവൽ കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് തരേണ്ടത് എന്നുള്ളൊരു കാറ്റഗറി ആയിരിക്കും. ഈ എക്സാമിനേഷൻ്റെ ഡേറ്റ് എന്നായിരിക്കും, എക്സ്പെക്റ്റഡ് മന്ത്, അത് ഒരു ജനുവരിക്കും മെയ്ക്കും ഇടയിലാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന അവസാന കലണ്ടറിൽ പോലും ഇതിനെപ്പറ്റി പറയാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു ജനുവരിക്ക് ശേഷം ഒരു ഫെബ്രുവരിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ പരീക്ഷയെ സെറ്റ് ചെയ്താൽ മതിയാവും. നമുക്കൊരു ഫെബ്രുവരിയോട് കൂടിയായിരിക്കും ഈ പരീക്ഷ എന്ന് കണക്ക് കൂട്ടാം. അല്ലെങ്കിൽ ജനുവരിയിലോ ഫെബ്രുവരിയിലോ കൺഫർമേഷൻ വന്നിട്ട് വീണ്ടും മുമ്പോട്ടേക്ക് ഡേറ്റ് നീണ്ടുപോകുക. അതായത് കൺഫർമേഷൻ വരുന്ന ഡേറ്റിൽ നിന്നൊരു 3 മാസമാണ് എപ്പോഴും PSC പരീക്ഷകൾക്ക് നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ പൊതുവെ കണ്ടുവരുന്നൊരു പാറ്റേണാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് പഠിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരീക്ഷ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. മറ്റൊന്നുമല്ല, നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് നിങ്ങളെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നമിത മിസ്സാണ് ഈ ഒരു വീഡിയോ കണ്ടക്ട് ചെയ്യുന്നത്. മാഡം നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു എയ്ഡ് ആൻഡ് അഡ്വൈസ് തരുന്നതായിരിക്കും. ഈ വെബിനാർ തികച്ച് സൗജന്യമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൽ കയറാനും ഇത് ചെയ്യാനും പറ്റും. അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും. നിങ്ങളതിൽ കയറി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൂടെ 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഈ 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ, അതായത് നമ്മൾ പറഞ്ഞ ദിവസം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ 150 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഇനി ഈ പരീക്ഷ എഴുതിയിട്ട്, ഉദാഹരണമായിട്ട് നമ്മൾ ഈ ഒരു പരീക്ഷ എഴുതി തീർത്ത് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷ എഴുതി നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറവാണ്, റാങ്ക് ലിസ്റ്റിനകത്ത് വരുമെങ്കിൽ ജോലി കിട്ടുമെന്നൊരു പേടിയുണ്ട്. ഇനിയും നന്നായിട്ട് എഴുതിയിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി നല്ല ജോബാണ്. അപ്പം എല്ലാവർക്കും ഒരു ലെവലിലേക്ക് എത്താനുള്ളൊരു സമയമുണ്ട് ഈ 150 ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 150 ദിവസം കൊണ്ട് ഇപ്പോൾ ഈ പരീക്ഷ എഴുതാത്തവർ, പരീക്ഷ എഴുതി അവസരം നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്നവർ, അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഒരു ബൂസ്റ്റായിരിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പോളിസി. കാരണം നമുക്ക് എപ്പോഴും വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അതിൻ്റെ ഒരു അവസാന ഒരു 150 അല്ലെങ്കിൽ 180 ഡേയ്സിൽ കൊണ്ടാണ് നമുക്ക് എല്ലാ പരീക്ഷകളും അതിൻ്റെ ബൂസ്റ്റ് ലെവലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഈ ഒരു വെബിനാറിലൂടെ കിട്ടുമെന്നുള്ളത് ഉറപ്പ് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 150 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ ടോപ്പിക്കുകൾ ബോട്ടം മുതൽ ടോപ്പ് വരെ കംപ്ലീറ്റ് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങൾക്ക് കുറേ അധികം ടെസ്റ്റ് സീരീസുകൾ കൃത്യമായി കണ്ടക്ട് ചെയ്ത് ഒരു കോൺഫിഡൻസോടുകൂടി പരീക്ഷ എഴുതാനും പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പേ സ്കെയിലുള്ള ഒരു തസ്തികയിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ജോബ് സെക്യൂരിറ്റി കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴെയുള്ള വെബിനാറിൻ്റെ ഒരു ഫോം ഉണ്ട്. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഗൂഗിൾ ഫോമാണ്. അത് ഫില്ല് ചെയ്തിടുക. അതുവഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് കിട്ടും. നിങ്ങൾക്ക് അതിൽ കയറി ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ഇനിയും ഞങ്ങളുടെ കഴിഞ്ഞ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ്. ഞങ്ങൾക്ക് 2 കോഴ്സാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നത്. അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് 2 കോഴ്സായിരുന്നു. അപ്പോൾ ഈ 2 കോഴ്സിലുമായിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള കുട്ടികളുടെ അഭിപ്രായമാണ് നമ്മുടെ കോഴ്സിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകതയാണ് അവർ കമൻ്റായിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ, ആദ്യത്തെ ഒരു കുട്ടി പറഞ്ഞിരിക്കുന്നത് ക്ലാസ് എല്ലാം തന്നെ ക്രിസ്പ് ആൻഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു എന്നുള്ളതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാം പഠിപ്പിച്ചിട്ടല്ല ഒരാളെയും ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിക്കേണ്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടന്റുകൾ കൃത്യമായിട്ട് എടുത്ത് അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ തന്ന് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജോലി നിങ്ങൾക്ക് വാങ്ങിത്തരിക എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സും ഈ വെബിനാറും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് വെബിനാറിലും കയറാൻ ശ്രമിക്കുക. നമ്മുടെ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ മുമ്പിലുള്ളതെന്ന് പറഞ്ഞാൽ വരുന്ന ദിവസങ്ങളാണ്. ഇനി നമുക്ക് എഫർട്ട് ഇടേണ്ടത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിനേഷന് വേണ്ടിയാണ്. അപ്പോൾ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു
പ്ലാനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ വെബിനാറിന് ഉൾപ്പെടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയൊരു ജോലി സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു 150 ഡേയ്സിൻ്റെ ടാർഗറ്റ് വെച്ചുകൊണ്ടുള്ളൊരു കോഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യും. അതിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ രീതികളൊക്കെ അറിയാം. ഇനി തുടങ്ങാത്തവർ, ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഉടൻ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സിൻ്റെ രീതികൾ എടുത്ത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നിങ്ങൾക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളത് ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്, ലൈവായിട്ട് ഡൗട്ട് ക്ലിയറിൻ്റെ സെഷൻസ് ഉണ്ട്. അത് മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനിയും അതല്ലാതെ നിങ്ങൾക്ക് 24 മണിക്കൂറും നിങ്ങളുടെ സംശയങ്ങളും ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്കൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സാപ്പ് ചാറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുവഴി നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഡൗട്ട്സും 24/7 നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ളതാണ്. ഇനിയും അടുത്തത് ടെസ്റ്റുകളാണ്, മോക്ക് ആൻഡ് മൊഡ്യൂൾ ടെസ്റ്റുകൾ. അതിൽ നമ്മുടെ തന്നെ മോക്ക് ടെസ്റ്റുകളുണ്ട്. അതുകൂടാതെ മൊഡ്യൂൾ ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ കണ്ടന്റിനും നിങ്ങൾ പഠിച്ചു തീർക്കുമ്പോൾ എത്രമാത്രം പഠിച്ചുവെന്നും പഠിക്കാത്തത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ചാപ്റ്റർ വൈസ് നമ്മുടെ കണ്ടന്റ് ഉണ്ടാവും. പിന്നീട് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC പുതുതായിട്ട് അഡോപ്റ്റ് ചെയ്ത മാതൃകയിലായിരിക്കും നമ്മൾ ഈ പരീക്ഷയിൽ കണ്ടന്റുകൾ, എക്സാമിനേഷൻ്റെ കണ്ടന്റ് മുഴുവൻ നിങ്ങൾക്ക് തരുന്നത്. വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയെ ഫേസ് ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ PSCയുടെ എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള എല്ലാ ശക്തിയും ഇതിലൂടെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മെൻറ്റേഴ്സ് ഒക്കെ തന്നെ നിരവധി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ മെൻറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും, ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഇനി എന്തായിരിക്കണം, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയിരിക്കണം. അതിന് ഏറ്റവും സ്മാർട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോയിൻ ചെയ്ത് നിങ്ങൾ സ്മാർട്ടായിട്ട് തന്നെ വിജയം കൈവരിക്കുക. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിനെ പറ്റി അറിയുന്നതിനും വെബിനാറിനെ പറ്റി അറിയുന്നതിനും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഫില്ല് ചെയ്യുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.